ഈ ഗോൾഡിന്റെ പ്രൈസ് അങ്ങനെ കൂടി കൂടി പോവാണല്ലോ, അതിന് കുറയാൻ ചാൻസ് ഉണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ പലർക്കും ഉണ്ട്. കാരണം ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിലക്കാണ് ഇപ്പം സ്വർണം ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കുതിപ്പുണ്ടാക്കിയിട്ടുള്ള വർഷമാണ് 2024. റെക്കോർഡുകൾ ഭേദിച്ച് ഇപ്പോഴും സ്വർണം കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കുതിക്കുമ്പോൾ ഇത് കണ്ടിട്ട് ആഹ്ലാദിക്കുന്നവരും ഉണ്ട്, അത് കണ്ട് ബേജാറായി പകച്ചു നിൽക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും അറിയേണ്ട ഒരു സംഭവമാണ് ഇതിനും കൂടി പോവോ അല്ലെങ്കിൽ ഇതിനൊരു അന്ത്യം ഉണ്ടോ എന്നുള്ളത്. 20/2/2025, അതായത് ഇന്ന് ഗ്രാമിന് ഏകദേശം 8070 രൂപ. അതേസമയം കഴിഞ്ഞ വർഷം ഇതേ സമയം ഗ്രാമിന് ഏകദേശം 5760 രൂപയായിരുന്നു. അപ്പം ഇത് ഈ റേഞ്ചിലേക്ക് എത്താനുണ്ടായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അതറിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് ഇനി ഭാവിയിൽ ഇത് കൂടോ ഇല്ലയോ എന്നുള്ളത്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ബാങ്കുകളുടെ കണ്ണും പൂട്ടിയുള്ള വാങ്ങലാണ്. അതായത് പല രാഷ്ട്രീയ നയങ്ങളുടെ ഭാഗമായിട്ട് ആഗോളതലത്തിലും ഇന്ത്യയിലും കേന്ദ്ര ബാങ്കുകൾ ഒരുപാട് സ്വർണം വാങ്ങി കൂട്ടിയിട്ടുള്ള ഒരു വർഷമായിരുന്നു 2024. RBI ഒക്കെ എല്ലാ മാസവും സ്വർണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 876 മെട്രിക് ടണ്ണാണ് ഇപ്പോൾ നമ്മളെ ഗോൾഡ് റിസർവ്. അതുപോലെ തന്നെ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ചൈനീസ് കേന്ദ്ര ബാങ്കും സ്വർണം വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രവണത തുടർന്നു കൊണ്ടിരിക്കുന്നതെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാരണം നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വർണ്ണപ്പൂജ തന്നെയാണ്. കാരണം ആഭരണങ്ങളോടുള്ള നമ്മളെ കമ്പം വേറെ ആർക്കും ഉണ്ടാവില്ല. സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചതിന് ശേഷം സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഇന്ത്യയിൽ ദിനം പ്രതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വരും കാലങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ആഭരണങ്ങൾ മാത്രമല്ല, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് ETF തുടങ്ങിയിട്ടുള്ള ഡിജിറ്റൽ ഫോർമാറ്റിലും ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടക്കുമ്പോൾ ഗോൾഡിൻ്റെ ഡിമാൻഡ് വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്, അത് വില കൂട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള അനിശ്ചിതാവസ്ഥകൾ കാരണം യുക്രൈൻ റഷ്യ യുദ്ധം, അതുപോലെ തന്നെ ഗാസ ഇസ്രായേൽ യുദ്ധം, പിന്നെ അതുപോലെ തന്നെ US ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് കട്ടിങ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആഗോളതലത്തിൽ വലിയ വലിയ നിക്ഷേപങ്ങൾ ഗോൾഡിലേക്ക് വരും. പിന്നെ അതുപോലെ തന്നെ US ഡോളറിൻ്റെ ശക്തിപ്പെടുന്നത് കാരണം ഈ ഇങ്ങനെയുള്ള സുപ്രധാന കാരണങ്ങളൊക്കെ ഗോൾഡിൻ്റെ റേറ്റ് കൂടാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ റേറ്റ് എന്തായാലും ഹൈക്ക് ദീർഘകാലത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെയാണ് എക്സ്പേർട്സൊക്കെ പറയുന്നത്. പക്ഷേ ഷോർട്ട് ടേമിലേക്ക് ഇപ്പം നല്ല പീക്ക് ലെവലിൽ നിൽക്കുമ്പം ഏതൊരു അസറ്റ് ക്ലാസ്സും ബേസിക് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഷോർട്ട് ടേമിലേക്ക് എന്തെങ്കിലും ചെറിയ രീതിക്കുള്ള കറക്ഷൻ വന്നു കഴിഞ്ഞാലും ദീർഘകാലത്തേക്ക് എന്തായാലും ഗോൾഡ് ഹൈക്ക് ചെയ്യാൻ തന്നെയാണ്, ഗോൾഡ് പ്രൈസ് ഹൈക്ക് ചെയ്യാനാണ് ചാൻസ്.